തൃശൂർ പുന്നയൂരിൽ വന്യജീവി വകുപ്പിന്റെയും കടലാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷിച്ചിരുന്ന കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിവിട്ടു. മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങിയ 25 കുഞ്ഞുങ്ങളെയാണ് കടലിലേക്ക് ഇറക്കിയത്. വംശനാശം സംഭവിക്കുന്ന കടലാമകളെ സംരക്ഷിക്കുന്നതിനായാണ് വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ കടലാമ സംരക്ഷണ സമിതികൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. ബ്ലാങ്ങാട്, പുത്തൻകടപ്പുറം, മന്നലാംകുന്ന് എന്നിവിടങ്ങളിലായി പ്രവർത്തിക്കുന്ന സമിതികൾ മുട്ടകൾ ശേഖരിക്കുകയും ഇവ സുരക്ഷിതമായി വിരിയിച്ച് കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിവിടുകയുമാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ 25 ആമക്കുഞ്ഞുങ്ങളെയാണ് കഴിഞ്ഞ ദിവസം കടലിലേക്ക് ഇറക്കിവിട്ടത്. പുന്നയൂർ മന്നലാംകുന്ന് കടലാമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 2500 മുകളിൽ കടലാമ കുഞ്ഞുങ്ങളെ കടലിലേക്ക് ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിന്റെ അവസാനത്തിലും ഈ വർഷമാദ്യവും 22 ആമകളാണ് കരയിലേക്ക് കയറി വന്നത്. ഇവയിൽ നിന്ന് ശേഖരിച്ച 2447 മുട്ടകളിൽ ആദ്യ കുഴിയിലെ 118 മുട്ടകളിൽ വിരിഞ്ഞതാണ് 25 കുഞ്ഞുങ്ങൾ. 45 മുതൽ 52 ദിവസത്തെ കാത്തിരിപ്പിനൊടുവിലാണ് മുട്ടകൾ വിരിയുന്നത്. ചില മേഖലകളിലെ കുഴികളിൽ മുട്ട കണ്ടെത്താത്ത സാഹചര്യവുമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധനയും നടത്തുന്നു. ആളുകൾക്കിടയിൽ ബോധവൽക്കരണത്തിനൊപ്പം തീരദേശ മേഖലകളിൽ ഫോറസ്റ്റും പോലീസും ചേർന്ന് പട്രോളിംഗ് നടത്തുന്നുണ്ടെന്നും ഭാരവാഹികളായ ഹംസു പാലക്കൽ, കമറു ഹസൈനാരകത്ത് എന്നിവർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.